അറഫ സംഗമ പുണ്യത്തിന്റെ നിർവൃതിയിൽ വിശ്വാസികൾ ഹജ്ജിന്റെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമം സമാപിച്ചു. 165 രാജ്യങ്ങളിൽ നിന്നുള്ള 17 ലക്ഷത്തിലേറെ തീർത്ഥാടകരാണ് അറഫയിൽ സംഗമിച്ചത്. ഹജ്ജിന്റെ പുണ്യകർമ്മമായ അറഫ സംഗമത്തിന് സമാപനമായി സൗദിയിലെ മുതിർന്ന പണ്ഡിതനും ഹറം ഇമാമുമായ ഡോക്ടർ സാലിഹ് ബിൻ ഹുമൈദ് അറഫ പ്രഭാഷണം നിർവഹിച്ചു. ഹജ്ജിൽ നേരിട്ട് പങ്കെടുക്കുന്ന 18 ലക്ഷത്തോളം തീർത്ഥാടകരെയും മനസ്സുകൊണ്ട് മഹാസംഗമത്തോട് ഐക്യപ്പെടുന്ന ലോകത്തെ മുഴുവൻ വിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ടായിരുന്നു പ്രസംഗം. നിസ്കാരത്തിലും പ്രാർത്ഥനയിലും ഖുർആൻ പാരായണത്തിലും പശ്ചാത്താപത്തിലുമായി രാവിലെ മുതൽ വൈകിട്ട് സൂര്യാസ്തമയം വരെ അറഫയിൽ ചെലവഴിച്ച തീർത്ഥാടകർ രാപ്പാർക്കുന്നതിനായി മുസ്തലിഫയിലേക്ക് നീങ്ങി. ഹാജിമാർ ഇന്ന് മുസ്തലിഫയിൽ അന്തിയുറങ്ങി വെള്ളിയാഴ്ച മിനയിൽ തിരിച്ചെത്തും. അവിടെ 3 ദിവസം രാപ്പാർത്താണ് ബാക്കി കർമ്മങ്ങൾ പൂർത്തിയാക്കുക. ബലിയെറുക്കൽ, 3 ദിവസത്തെ ജംറയിൽ കല്ലേറ് കർമ്മം, മക്ക മസ്ജിദുൽ ഹറാമിലെത്തി പ്രദക്ഷിണം എന്നിവയാണ് ബാക്കി കർമ്മങ്ങൾ. ഇതെല്ലാം പൂർത്തിയാകുന്നതോടെ ഈ വർഷത്തെ ഹജ്ജ് അവസാനിക്കും. 1,22,518 ഹാജിമാരാണ് ഇത്തവണ ഇന്ത്യയിൽ നിന്ന് ഹജ്ജിനെത്തിയത്. ഇതിൽ 16,341 പേർ കേരളത്തിൽ നിന്നാണ്. ജനം, ദുബായ്.